ആൻഡ് നെക്സ്റ്റ് ഈസ് ദ ബിസിനസ് ഓണർ. ഇപ്പോൾ ഒരുപാട് പേര് ഈ ഒരു സെക്ഷൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്, നിങ്ങളുടെ ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യാൻ യൂസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടു ഗ്രോ യുവർ ഓൺ ബിസിനസ്, സെൽ ഫോർ യൂസിങ് ടീംസ്. ഒന്നെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സ്വന്തമായ ചെറുകിട ബിസിനസ്സുകളാണെങ്കിൽ നിങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് വേണ്ടുന്ന ലീഡ്സും മറ്റു കാര്യങ്ങളുമൊക്കെ ജനറേറ്റ് ചെയ്യാൻ ഒരു ഫേസ്ബുക്ക് ആഡ് ചെയ്യുന്നു. ഇതിനുവേണ്ടി പല ഏജൻസിയെ സമീപിക്കുന്നു, അവരിൽ നിന്നൊന്നും നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. നിങ്ങൾ വീണ്ടും നിങ്ങൾ തന്നെ ഇത് പഠിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇങ്ങനെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെക്ടർ പഠിക്കാനായിട്ട് നിങ്ങളിപ്പോൾ ഈ ഒരു ക്ലാസ് വരെ കാണുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒന്നെങ്കിൽ നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ ആളുകളെ ഹയർ ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇതൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വേണ്ടുന്ന കഴിവുകൾ ഒന്ന്, നിങ്ങൾക്ക് മാർക്കറ്റ് റിസർച്ച് ചെയ്യാനുള്ള സ്കില്ലുണ്ടാവണം. നിങ്ങൾക്ക് മാർക്കറ്റ് റിസർച്ച് ചെയ്യാനുള്ള സ്കില്ലുണ്ടാവണം. നിങ്ങളെടുക്കുന്ന ടീമിനല്ല, നിങ്ങളെടുക്കുന്ന സ്റ്റാഫിനല്ല, നിങ്ങൾക്ക് മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത്, ആരൊക്കെ എന്തൊക്കെ ടൈപ്പ് പ്ലാറ്റ്ഫോംസ് ആണ് ഉപയോഗിക്കുന്നത്, ആരൊക്കെ അതൊക്കെ ഏകദേശം എല്ലാ ബിസിനസ്സുകാരും നോട്ടീസ് ചെയ്യാറുണ്ട്. അവരുടെ കോമ്പറ്റീറ്റർ അനാലിസിസും ഒക്കെ ചെയ്യാറുണ്ടെന്നുള്ളത് അറിയാം. അതുപോലെ തന്നെ കസ്റ്റമർ സൈക്കോളജി, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുന്ന ഒരു കസ്റ്റമർ സൈക്കോളജി നിങ്ങളെപ്പോലെ വ്യക്തമായി മറ്റാർക്കും അറിയാൻ ചാൻസ് ഇല്ല. അതാണ് നിങ്ങൾ ആർക്കും ആ ഒരു കാര്യവും മാർക്കറ്റിങ്ങുമായിട്ട് കണക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഒരു ടീമിൽ നിന്നൊരാൾ, നിങ്ങളുടെ സ്റ്റാഫായിട്ടുള്ള ഒരാൾ, അയാൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കസ്റ്റമറുടെ സൈക്കോളജി അയാൾക്ക് അറിയത്തില്ലെങ്കിൽ ഈ മാർക്കറ്റിംഗ് ഫെയിലിയറാണ്. അപ്പോൾ ഈ കസ്റ്റമർ സൈക്കോളജി നിങ്ങൾക്കും അറിയാം. നിങ്ങളിലേക്ക് എങ്ങനെയാണ് ഒരു കസ്റ്റമർ വരിക, എന്ത് പറയുമ്പോഴാണ് കസ്റ്റമർ വരിക, അവർ ഓൺലൈനിൽ എന്ത് ചെയ്യുമ്പോഴാണ് അവർ നിങ്ങളിലേക്ക് വരിക, ഇത് നിങ്ങൾ റിസർച്ച് ചെയ്ത് തന്നെ കണ്ടെത്തുന്ന ഒരു കാര്യമാണ്. അതിനാണ് മാർക്കറ്റ് റിസർച്ചും കസ്റ്റമർ സൈക്കോളജിയും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. ഇത് ഏകദേശം നിങ്ങൾക്ക് വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ഫണൽ ബിൽഡിംഗ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം. ഈ ഫണൽ ബിൽഡിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ, അതായത് ഒരു ഫണൽ സിസ്റ്റമാണ്. ഒരു കസ്റ്റമറെ നമ്മൾ അക്വയർ ചെയ്ത് നമ്മളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ഒരുപാട് സ്റ്റേജുകളിലൂടെ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, അവരെ നമ്മൾ ആദ്യം നമ്മൾ ഫേസ്ബുക്കിൽ ഒരു ആഡ് കാണിച്ചിട്ടുണ്ടാവും, അതിനുശേഷം നമ്മൾ റെഗുലറായി ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടാവും, അതിനുശേഷം അവർക്ക് ഓഫർ കൊടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ ഒരു മാനുവൽ പ്രോസസ്സാണെന്ന് വിചാരിക്കുക. ഇത് ഒരു ടൈപ്പ് ഓഫ് ഫണലാണ്. പക്ഷേ ഇത് തന്നെ ഡിജിറ്റലി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഡിജിറ്റലി നമ്മൾ ആദ്യം കാണിക്കുന്ന ടോപ്പ് ഓഫ് ദ ഫണൽ, മിഡിൽ ഓഫ് ദ ഫണൽ, ബോട്ടം ഓഫ് ദ ഫണൽ എന്ന് പറഞ്ഞ് നമ്മളൊരു ഫണൽ ബിൽഡിംഗ് സ്ട്രാറ്റജി ഉണ്ട്. അപ്പോൾ ഈ ടോപ്പ് ഓഫ് ദ ഫണലിൽ തന്നെ നമുക്ക് ചിലപ്പം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോണ്ടൻസും ആഡ്സും ഒക്കെ ഉണ്ടാകും. ആദ്യം ഒരാൾ നമ്മളുടെ ബിസിനസ്സിനെ പറ്റി എങ്ങനെയാണ് അറിയുന്നതെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിക്കൽ കോണ്ടൻറ്റ് സിസ്റ്റം. അത് യൂട്യൂബിലൂടെ ആയിരിക്കാം, ഫേസ്ബുക്ക് വീഡിയോയിലൂടെ ആയിരിക്കാം, ഇൻസ്റ്റഗ്രാമിലൂടെ ആയിരിക്കാം, ആഡ്സിലൂടെ ആയിരിക്കാം, വാട്സാപ്പിലൂടെ ആയിരിക്കാം, ഡയറക്റ്റ് കോൾസിലൂടെ ആയിരിക്കാം, ഡയറക്റ്റ് വിസിറ്റിലൂടെ ആയിരിക്കാം. ഇതെല്ലാം ടോപ്പ് ഓഫ് ദ ഫണലിനകത്ത് വരുന്നൊരു കാര്യമാണ്. അത് കഴിഞ്ഞതിന് ശേഷം മിഡിൽ ഓഫ് ദ ഫണലും ബോട്ടം ഓഫ് ദ ഫണൽ എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക്, ഇതിനാണ് ഫണൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഡെപ്തിൽ നിങ്ങൾ പഠിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്കൊരു നിങ്ങളുടെ ബിസിനസ്സിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ സാധിക്കുക. പിന്നെ പെയ്ഡ് ആഡ്സിൻ്റെ സ്ട്രാറ്റജി എന്താണ്, എത്ര രൂപ ഇട്ടാലാണ് നിങ്ങൾക്ക് എത്ര രൂപയുടെ ബിസിനസ് കിട്ടുന്നത്, അങ്ങനെയെങ്കിൽ ഞാൻ എത്ര രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇത്ര രൂപയുടെ സെയിൽസ് എനിക്ക് കിട്ടാൻ, ഇത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. ഇത് എനിക്ക് ഇത്ര രൂപ ഇടുമ്പോഴാണ് എനിക്ക് റിട്ടേൺസ് കിട്ടുന്നതെന്നുള്ള മനസ്സിലാക്കാനുള്ള ഒരു കഴിവും പെയ്ഡ് ആഡ്സ് ബിൽഡ് ചെയ്യാനുള്ളൊരു കഴിവും. അതുപോലെ തന്നെ കൺവേർഷൻ ഒപ്റ്റിമൈസേഷൻ, ഓട്ടോമേഷൻ സിസ്റ്റംസ് ആൻഡ് AI ഇൻ്റഗ്രേഷൻസ്. ഈ 3 കാര്യങ്ങൾ, ഈ പറയുന്ന 4 കാര്യങ്ങൾ ഡെപ്തിൽ പോകേണ്ട ഒരു കാര്യമാണ്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് വരുന്നു, അയാൾ കൺവേർട്ട് ആവുന്നില്ല. അപ്പോൾ അയാൾ കൺവേർട്ട് ആവാത്തതിൻ്റെ റീസൺ, അയാളുടെ ലീഡ്സ് അയാൾ സബ്മിറ്റ് ചെയ്യാത്തതിൻ്റെ റീസൺ അത് എന്താണെന്നും കണ്ടെത്തി അതിനെ ഒപ്റ്റിമൈസ് ചെയ്ത് കറക്റ്റ് ചെയ്യുക. ഓട്ടോമേഷൻ സിസ്റ്റം, ഒരു ലീഡ് നമ്മളിലേക്ക് വന്നാലോ ഒരു സെയിൽസ് നമ്മളിലേക്ക് വന്നാലോ അതെങ്ങനെയാണ് ഓട്ടോമേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന ഡീറ്റെയിൽസ് ഒക്കെ പോവുക, അവർക്ക് വേണ്ടുന്ന ഡീറ്റെയിൽസ്, അതിനുവേണ്ടി ഏതൊക്കെ ഓട്ടോമേഷൻ ടൂൾസ് നമുക്ക് ഉപയോഗിക്കാം. വാട്സാപ്പ് ഓട്ടോമേഷൻ നമുക്ക് ഉപയോഗിക്കാം, ഇൻസ്റ്റഗ്രാം ഓട്ടോമേഷൻ നമുക്ക് ഉപയോഗിക്കാം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും AI ടൂൾസോ AI ഏജൻസോ നമുക്ക് ഉപയോഗിക്കാം. ഇതിനൊക്കെ വേണ്ടി നമ്മൾ ഓട്ടോമേഷൻ സിസ്റ്റംസ് നമ്മുടെ ബിസിനസ്സിലേക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ AI ഇൻ്റഗ്രേഷൻ, ഇതിലെവിടേക്കാണ് നമ്മൾ AI ടൂൾസ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ പെയ്ഡ് ടൂൾസ് നമ്മൾ ഇതിനു വേണ്ടി ഇപ്പം മുകളിൽ പറഞ്ഞ പല കാര്യങ്ങൾക്കും ഏതൊക്കെ പെയ്ഡ് ടൂൾസ് നമുക്ക് AI ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. ഇതിനെല്ലാം നിങ്ങൾ പഠിക്കുകയും ഈ പറയുന്ന സിസ്റ്റംസ് എല്ലാം നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും വേണം. നിങ്ങളുടെ ടീമിലേക്ക് ഇത്
നിങ്ങൾ ഉപയോഗിക്കാനുള്ള സ്കില്ലിലേക്ക്, അവരത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അനലൈസ് ചെയ്യാനുള്ള കഴിവും നിങ്ങൾക്കുണ്ടാവണം. അപ്പോൾ മാത്രമാണ് ഒരു ബിസിനസ് ഓണർക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോപ്പർലി ചെയ്യാനായിട്ട് സാധിക്കുക. ഈ ബിസിനസ് ഓണറുടെ ടൈം ആൻഡ് എഫേർട്ട് എക്സ്പെക്റ്റേഷൻ അയാൾക്ക് ഒരു 6 തൊട്ട് 12 മാസം വരെ സമയമെടുക്കും അയാളൊന്ന് പ്രോപ്പറായിട്ട് സ്കെയിൽ ചെയ്ത് കൊണ്ടുവരാൻ, ബിസിനസ് സ്കെയിൽ ചെയ്ത് കൊണ്ടുവരാൻ. നല്ലൊരു ടീമിനെ സെറ്റ് ചെയ്ത് അയാളും ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി അവരോടൊപ്പം തന്നെ അയാളും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് ഈ പറയുന്നത്. അല്ലാതെ ചെയ്തു പോകുന്ന ബിസിനസ്സുകാരുമുണ്ട്. അവർ നേരെ എന്താണ്, റെഡിമെയ്ഡ് ക്യാഷ് കൊടുക്കുന്നു, നല്ലൊരാളെ ഹയർ ചെയ്ത് അവിടെ വെക്കുന്നു ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. എങ്കിൽ പോലും ഒരു ബിസിനസ് ഓണർ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സിസ്റ്റത്തിനെ പറ്റി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനിഷ്യലി നിങ്ങൾക്ക് ട്രയൽ ആൻഡ് എറർ ഫേസുകളാണ്. പല കാര്യങ്ങളും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നമ്മൾ ഫെയിലിയർ ആവുന്നത്. മേ ബി ഓൾറെഡി നിങ്ങളിപ്പോൾ അതുപോലെ പല കാര്യങ്ങളും ചെയ്ത് ഫെയിലിയർ ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ട്രയൽ ആൻഡ് എറർ ഫേസ് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവാം ഈ ഒരു സെക്ഷൻ കാണുമ്പോൾ. അതുപോലെ തന്നെ ബഡ്ജറ്റ് റിസ്ക് ഇൻവോൾവ്. ബഡ്ജറ്റ് റിസ്ക് എന്താണ്? ഈ പല കാര്യങ്ങളും പരീക്ഷിക്കുന്ന സമയത്ത് നമ്മൾ പരസ്യങ്ങൾ റൺ ചെയ്യുമ്പോഴും നമ്മൾ കോണ്ടൻറ്റ്സ് പർച്ചേസ് ചെയ്യുമ്പോഴും ആളുകൾക്ക് സാലറി കൊടുക്കുമ്പോഴും ഒക്കെ എന്താണ് സംഭവിക്കുന്നത്? ബഡ്ജറ്റ് നമുക്ക് ലൂസായി പോകുന്നുണ്ട്, ബഡ്ജറ്റ് ഇൻവോൾവ്മെൻറ്റ് അവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വളരെ പതിയാണ് നമ്മളിത് കറക്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് വരുന്നത്. പക്ഷേ അതിനൊരു കറക്റ്റ് റൂട്ട് മാപ്പാണ് നമ്മളിവിടെ ബിൽഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മളത് ചെയ്യുക, ഏത് രീതിയിലാണ് അത് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഒപ്റ്റിമൈസേഷൻ നമ്മൾ ചെയ്യണം. നമ്മുടെ ബിസിനസ്സിൽ വർക്കാവുന്ന കാര്യങ്ങൾ ഏതാണ്, വർക്കാവാത്തത് ഏതാണ്, നമ്മുടെ വെബ്സൈറ്റിൽ ഈ പേജിൽ ഇത് വർക്കാവുന്നുണ്ടോ, നമ്മുടെ വാട്സാപ്പിൽ വരുന്ന മെസ്സേജ് നമ്മൾ മാറ്റേണ്ടതുണ്ടോ, നമ്മൾ കൊടുക്കുന്ന റിപ്ലൈ മാറ്റേണ്ടതുണ്ടോ, നമ്മൾ ടീം കൊടുക്കുന്ന റിപ്ലൈ മാറ്റേണ്ടതുണ്ടോ, നമ്മുടെ ഇൻസ്റ്റഗ്രാം കോണ്ടൻറ്റ് സ്ട്രാറ്റജി മാറ്റേണ്ടതുണ്ടോ, ഇതിനെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും അത് ഒപ്റ്റിമൈസ് ചെയ്ത് കറക്റ്റ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ഇതിന് ഹൈ റിവാർഡാണ്, അതുപോലെ തന്നെ ഹൈ റെസ്പോൺസിബിലിറ്റിയാണ്. ഇതെല്ലാം മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളുടെ ബിസിനസ് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് കയറി വരും. അതാണ് ഹൈ റിവാർഡ് എന്ന് പറയുന്നത്. ബട്ട് ഹൈ റെസ്പോൺസിബിലിറ്റിയും കൂടെയാണ്. ഹൈ റെസ്പോൺസിബിലിറ്റി മനസ്സിലായില്ലേ? ഈ പറഞ്ഞ അത്രയും കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി ചെയ്യുന്നത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടൊരു കാര്യം ചെയ്യേണ്ടതാണ്. നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ആരെങ്കിലും വെച്ച് ചെയ്യിപ്പിച്ചാൽ പോലും ഒരു ബേസിക് ഒരു ഡിജിറ്റൽ മാർക്കറ്ററെ ഹയർ ചെയ്തിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും അത്. ഒന്നെങ്കിൽ നിങ്ങൾ ചെയ്യുക, അതല്ലെന്നുണ്ടെങ്കിൽ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരാളെ നിങ്ങൾ ഹയർ ചെയ്തിട്ട് അയാളുടെ അടുത്ത് അയാളുമായി ഈ ഒരു കാര്യം ചെയ്യേണ്ടി വരിക. ഇനി ഇതിനകത്ത് എന്താണ്? സ്ട്രാറ്റജിക് പ്ലസ് ഫൈനാൻഷ്യൽ തിങ്കിങ് ആണ്. ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സ്ട്രാറ്റജിക്കലി നിങ്ങളിത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുകയും വേണം. അതാണ് സ്ട്രാറ്റജിക്കലി നിങ്ങളത് അപ്ലൈ ചെയ്യണം. പ്ലസ് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പൈസയുടെ ഇൻവോൾവ്മെൻറ്റും ഇതിനകത്ത് വരും ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം.